ശ്രീനിവാസനിലും ഉണ്ടായിരുന്നു. നേർത്തൊരു ചിരി അദ്ദേഹത്തിൻ്റെ ചുണ്ടിലും പടരുമായിരുന്നു. അത് തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഈ അവസാന നിമിഷവും അദ്ദേഹം യാത്രയാകുമ്പോൾ, അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തെടുക്കുമ്പോൾ, അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ, കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം എല്ലാവരുടെ ചുണ്ടിലും ഒരു ചെറു ചിരി ബാക്കിയാകുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം തന്നിട്ട് പോയ ആ ഒരു കഥാപാത്രങ്ങളുടെ തെളിമ തന്നെയാണ്. ഒരു സംശയവുമില്ല. അത്രമേൽ ആഴത്തിൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ, അദ്ദേഹത്തിൻ്റെ രചനകൾ കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ ഈ മനസ്സിൽ ആഴ്ന്നു പതിഞ്ഞിട്ടുണ്ട് എന്നത് നിസ്സംശയം നമ്മൾക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു ചെറുചിരി മാത്രമായിരുന്നില്ല, എത്രയോ ഗൗരവതരമായ വേഷങ്ങളെല്ലാം തന്നെ, വേഷപ്പകർച്ചകളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രയും ഗൗരവതരമായ വിഷയങ്ങൾ എല്ലാം തന്നെ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. ചെറിയ നർമ്മത്തിൽ പൊതിഞ്ഞുകൊണ്ട് അതെല്ലാം തന്നെ സിനിമയിലൂടെ സമൂഹത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ആ ഒരു ഉദ്ദേശം പൂർത്തിയാക്കിക്കൊണ്ട് അദ്ദേഹം യാത്രയാകുന്നു. തീർച്ചയായും അദ്ദേഹം യാത്രയാവുകയാണ്. ടൗൺ ഹാളിലെ പൊതുദർശനം പൂർത്തിയാക്കി ഇപ്പോൾ മൃതദേഹം ആംബുലൻസിൽ കയറ്റിയിട്ടുണ്ട്. വീട്ടിലെ കണ്ടനാട്ടെ വസതിയിലേക്കാണ് മൃതദേഹം കൊണ്ടുപോവുക. അവിടെ മറ്റ് ഇപ്പോൾ ടൗൺ ഹാളിലേതിന് സമാനമായ രീതിയിൽ പൊതുദർശനം ഉണ്ടാകില്ല എന്നത് അറിയിച്ചിട്ടുണ്ട്. കുടുംബാംഗങ്ങൾക്ക് മാത്രമുള്ള, അവർക്ക് അവസാനമായി വിട നൽകാനുള്ള അവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. അതിനോട് സഹകരിക്കണം എന്ന അഭ്യർത്ഥന കുടുംബാംഗങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടൗൺ ഹാളിൽ നിന്ന് മാധ്യമങ്ങൾ ആരും കണ്ടനാട്ടെ വസതിയിലേക്ക് അനുഗമിക്കുന്നില്ല. മൃതദേഹം ആംബുലൻസിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു. 2 മക്കൾ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും അമ്മയും ഭാര്യയും അവർ മറ്റു വാഹനങ്ങളിൽ അവിടേക്ക് എത്തുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. സിനിമാ മേഖലയിലെ പ്രമുഖർ ഉൾപ്പെടെ വന്ന് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുന്നതും നമ്മൾ കണ്ടതാണ്. പലരും ഇപ്പോഴും അവിടെ തുടരുന്ന സാഹചര്യവുമുണ്ട്. 1 മണിയോട് കൂടിയാണ് ടൗൺ ഹാളിലേക്ക് മൃതദേഹം പൊതുദർശനത്തിനായി എത്തിച്ചത്. ഏതാണ്ട് 3 മണിക്കൂർ ആകുന്നതേ ഉള്ളൂ. അപ്പോഴേക്ക് പൊതുദർശനം അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനിയും കാണാനായി അവിടേക്ക് നൂറുകണക്കിന് ആളുകൾ വരുന്നുണ്ടായിരുന്നു. പക്ഷേ കുടുംബാംഗങ്ങളുടെ കൂടി താല്പര്യം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കണ്ടനാട്ടെ വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടം, അദ്ദേഹത്തിന് താമസിക്കാനായി അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം പരുവപ്പെടുത്തിയ ഇടം കൂടിയാണ് കണ്ടനാട്ടെ വസതി എന്നത്. മരങ്ങളാൽ ചുറ്റപ്പെട്ട വീടാണ്. പാടവും അവിടുത്തെ ജൈവകൃഷിയുമൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പല ഇൻ്റർവ്യൂകളിലും പറയുകയും അതിൽ അഭിമാനവും സന്തോഷവും ഒക്കെ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രിയപ്പെട്ട ഇടത്തേക്ക്, കണ്ടനാട്ടെ വസതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര. മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അവിടേക്ക് നീങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. മലയാളത്തെ ആഴത്തിൽ ചിന്തിപ്പിക്കുകയും നർമ്മത്തിൻ്റെ മേമ്പടിയോടുകൂടി നിരവധി സാമൂഹിക വിഷയങ്ങൾ സിനിമയിലൂടെ ആവിഷ്കരിക്കുകയും ചർച്ചയാക്കുകയും ഒക്കെ ചെയ്ത കലാകാരനാണ് വിട പറയുന്നത്. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ നർമ്മത്തിൻ്റെ മേമ്പൊടിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ അദ്ദേഹം എഴുതി ചേർത്തത്. തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങൾ, അഴിമതി, രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങൾ തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലൂടെ വരച്ചു കാട്ടിയിരുന്നു. അഭിനയരംഗത്തും മികച്ച വേഷങ്ങളിലൂടെ അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചിരുന്നു. മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന ചിത്രത്തിലെ എം.എ. ധവാൻ, ചിദംബരത്തിലെ മുനിയാണ്ടി, നാടോടിക്കാറ്റിലെ കുറ്റാന്വേഷകനായ വിജയൻ, പൊന്മുട്ടയിടുന്ന താറാവിലെ സ്വർണ്ണപ്പണിക്കാരൻ, പാവം പാവം രാജകുമാരനിലെ പാരലൽ കോളേജ് അധ്യാപകൻ, വടക്കുനോക്കി യന്ത്രത്തിലെ തളത്തിൽ ദിനേശൻ, തേന്മാവിൻ കൊമ്പത്തിലെ അപ്പക്കാള, അങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ. ആ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം ഇനിയും ജീവിക്കും.
അദ്ദേഹം എഴുതിയ തിരക്കഥകൾ ഇപ്പോഴും സാമൂഹിക പ്രസക്തിയുള്ളതാണ്. കാലത്തിന് മുന്നേ സഞ്ചരിച്ച കലാകാരനാണ്. ആ രീതിയിൽ എന്നും സാമൂഹിക പ്രസക്തിയുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലൂടെയും അദ്ദേഹം ഇനിയും മലയാളികൾക്കിടയിൽ ജീവിക്കും. മലയാളത്തിൻ്റെ പ്രിയ നടനും സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെയായ മലയാള സിനിമയിലെ ബഹുമുഖ പ്രതിഭയെ തന്നെയാണ് ശ്രീനിവാസൻ്റെ വിയോഗത്തിലൂടെ നഷ്ടമാകുന്നത്. സിനിമാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഇതിനോടകം തന്നെ ടൗൺ ഹാളിലും വീട്ടിലും എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങി. സാധാരണക്കാരുടെ ജീവിതങ്ങളെ അസാധാരണമായ മിഴിവോടെ അവതരിപ്പിച്ച തിരക്കഥാകൃത്ത് എന്ന നിലയിലാണ് ശ്രീനിവാസൻ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. മലയാള സിനിമയിലെ മാറ്റിവെക്കാൻ ഒരാളില്ലാത്ത പ്രതിഭയായി മാറുന്നത്. അദ്ദേഹത്തിൻ്റെ ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന ശരാശരി മലയാളി പുരുഷൻ്റെ ചെയ്തികൾ വരച്ചിടുന്നതാണ്. അങ്ങനെ നിരവധി ചിത്രങ്ങൾ. ഓരോ ചിത്രത്തിലും ഓരോ മലയാളിക്കും അവരെ തന്നെ നോക്കിക്കാണാൻ കഴിയുന്ന നിരവധി ചിത്രങ്ങൾ. സാഹിത്യത്തിൻ്റെ അതിപ്രസരമോ നാടകത്തിൻ്റെയോ മറ്റോ കടന്നുള്ള പ്രയോഗങ്ങളോ ആഖ്യാന രീതികളോ ഒന്നും അല്ല. സാധാരണക്കാരനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, സാധാരണക്കാരിൽ അവർക്ക് അവരെ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചെടുത്തുകൊണ്ടാണ് മലയാള സിനിമയിൽ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെതായ സ്ഥാനം നേടിയിട്ടുള്ളത്. നടൻ്റെ, സംവിധായകൻ്റെ, തിരക്കഥാകൃത്തിൻ്റെ വിയോഗം അത് മലയാള സിനിമയെ സംബന്ധിച്ച് നികത്താനാകാത്ത വിടവാണ് സൃഷ്ടിക്കുക. ആജ്ഞ രവീന്ദ്രൻ തുടരുന്നുണ്ട് നമുക്കൊപ്പം. ആജ്ഞ, ഇപ്പോൾ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. കണ്ടനാട്ടെ വസതിയിലേക്കാണ് പോകുന്നത്. ടൗൺ ഹാളിൽ പൊതുദർശനം പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോഴും അവിടെ സിനിമ, സാമൂഹിക, രാഷ്ട്രീയ മേഖലയിലെ നിരവധി പേരെ നമുക്ക് കാണാം. എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? അദ്ദേഹത്തെ ഇവിടെ നിന്ന് ആംബുലൻസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയുള്ളത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടക്കുന്ന ചടങ്ങുകളാണ്. അതിന് മാധ്യമങ്ങൾ